നമസ്കാരം, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നല്ലൊരു ദിവസം ആശംസിക്കുകയാണെന്ന് നമുക്കറിയാം. ഇന്ന് കർക്കിടക വാവ് ബലിയാണ്. മരിച്ചുപോയ നമ്മുടെ പൂർവിക പരമ്പരയുടെ ആത്മശാന്തിക്കായി, പിതൃമോക്ഷ പുണ്യത്തിനായി ബലിതർപ്പണം നടത്തുന്ന ദിവസമാണ്. ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ്. ദക്ഷിണായനം, ഉത്തരായനം എന്ന് പറയുമ്പോൾ ദക്ഷിണായനം സൂര്യൻ വടക്കോട്ട് സഞ്ചരിക്കുന്ന 6 മാസക്കാലം, ദക്ഷിണായനം തെക്കോട്ട് സഞ്ചരിക്കുന്ന 6 മാസക്കാലം. അപ്പോൾ ആ ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസി കർക്കിടക വാവ് ബലിയാണ്. നമ്മുടെ സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ തിരക്കാണ് ഈ ഒരു ദിവസം അനുഭവപ്പെടുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഈ വാവുബലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ട്. ഈ പറഞ്ഞതുപോലെ ക്ഷത്രിയ ഹത്യ നടത്തിയ പരശുരാമൻ അവരുടെ ആത്മാക്കൾക്കായി, അലഞ്ഞു നടക്കുന്നവരുടെ ആത്മാക്കൾക്കായി എല്ലാ പുണ്യ നദീതടങ്ങളിലും സ്നാനഘട്ടങ്ങളിലും തർപ്പണം നടത്തുകയാണ്. അത് പിന്നീട് അങ്ങോട്ട് കർക്കിടക വാവുബലിയായി നമ്മൾ ആചരിച്ചു വരുന്നു എന്ന ഒരു ഐതിഹ്യം. മറ്റൊന്ന്, ഈ പിതൃക്കൾക്ക്, അതായത് ദക്ഷിണായനത്തിൽ ഉയരുന്ന ആ പിതൃക്കൾക്ക്, കറുത്തപക്ഷത്തിൽ ഉണരുന്ന ആ പിതൃക്കൾക്ക് അവരുടെ ഒരു മാസമെന്ന് പറയുന്നത് ഒരു ദിവസമാണ്. അങ്ങനെ 12 മാസമെന്ന് പറയുമ്പോൾ 12 ദിവസം. ഈ 12 ദിവസത്തിലൊരിക്കൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ ബന്ധുക്കൾ ഇവർക്ക് തർപ്പണം നടത്തണം, അന്നമൂട്ടണം എന്ന ആ ഒരു ഐതിഹ്യം. അങ്ങനെ അങ്ങേയറ്റം ഭക്തി നിർഭരമായ ഒരുപാട് വിശ്വാസങ്ങളും ഐതിഹ്യവും ഒക്കെ നിറഞ്ഞ കർക്കിടക വാവുബലി കേരളത്തിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ വലിയ തിരക്ക് തന്നെ അനുഭവപ്പെടുന്നു. വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ആ തത്സമയ ദൃശ്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കും. ആദ്യം തലക്കെട്ടുകൾ എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് കർക്കിടകവാവ്, പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള ബലിതർപ്പണത്തിന് ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്ക്. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. സാമ്പത്തിക ഇടപാടുകൾ ധനവകുപ്പും അന്വേഷിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചെന്നും നേതൃത്വം കൊടുത്തത് മുൻ കായിക മന്ത്രിയെന്നും റിപ്പോർട്ട്. FCRA നിയമ ഭേദഗതി ബിൽ JPCക്ക് വിടുന്നതിൽ തീരുമാനം. ബിൽ ഇന്നത്തെ അജണ്ടയിലും ഉൾപ്പെടുത്തിയിട്ടില്ല. CJP സമരത്തിലെ പോലീസ് നടപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. കേരളം ബിൽ ഇന്ന്. രാജ്യസഭയിൽ വർഷകാല സമ്മേളനം നാളെ അവസാനിക്കും. രാജ്യത്തെ വിമാന കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പൈലറ്റുമാരുടെ ലഹരി പരിശോധന കർശനമാക്കും. യാത്രക്കാരുടെ സുരക്ഷ പ്രധാനം. ഫുക്കറ്റ് ഡൽഹി എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് ഇൻ കമാൻഡിന് ഗുരുതര വീഴ്ചയെന്ന് കണ്ടെത്തൽ. അപകട സമയത്ത് ക്യാപ്റ്റൻ സീറ്റിൽ ഉണ്ടായിരുന്നില്ലെന്ന് റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയത്തിനെതിരെ പ്രത്യേക പ്രമേയം പാസാക്കാൻ തമിഴ്നാട് നിയമസഭ. ലോക്സഭയിലെ സീറ്റുകൾ 543ആയും തമിഴ്നാട്ടിലെ സീറ്റുകൾ 39ആയും നിലനിർത്തണമെന്ന ആവശ്യം. 33% വനിതാ സംവരണം നടപ്പാക്കണമെന്നും പ്രമേയം. DMKയുടെ നിലപാട് നിർണായകം. യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. PSG ആസ്റ്റൺ വില്ല പോരാട്ടം രാത്രി 12:30. മത്സരം നിയന്ത്രിക്കുന്നത് ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൊമാലിയൻ റഫറി. പിതൃപുണ്യം തേടി, പിതൃമോക്ഷം തേടി അവരുടെ ആത്മശാന്തിക്കായി കർക്കിടക വാവ് ബലിയാണിന്ന്. തിരുവനന്തപുരം തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ആലുവ മണപ്പുറം, തിരുനാവായ ക്ഷേത്രം, തിരുനെല്ലി ക്ഷേത്രം, വർക്കല പാപനാശം കടപ്പുറം, അങ്ങനെ തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമുക്കറിയാം, പുലർച്ചെ 2 മണി മുതൽ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകൾ വൈകിട്ട് വരെ നീളുന്ന ഒരു സാഹചര്യമാണ്. വലിയൊരു തിരക്ക് ഈ തീർത്ഥഘട്ടങ്ങളിലെല്ലാം ഉണ്ട്. വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ, ദൃശ്യങ്ങൾ നൽകാനായി വിവിധ ബ്യൂറോകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അശ്വതിയുണ്ട് ആലുവയിൽ നിന്ന്, ലക്ഷ്മിപ്രിയ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്, പ്രശാന്ത് കോട്ടയത്തു നിന്നുണ്ട്, സുധീഷ് കൊല്ലത്തു നിന്നും, ബോബൻ ഇടുക്കിയിൽ നിന്നുമുണ്ട്, അരവിന്ദൻ തിരുനാവായ സംഗമത്തിൽ നിന്നുണ്ട്. ആദ്യം നമുക്ക് അശ്വതിയിലേക്ക് തന്നെ പോകാം. അശ്വതി, ഏറ്റവും പ്രധാനമായും സംസ്ഥാനത്ത് ബലിതർപ്പണം നടക്കുന്നത്, ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ആലുവ മണപ്പുറത്താണ്. വിപുലമായ ജനക്കൂട്ടം എനിക്ക് അശ്വതിയുടെ പിന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയൊരു ജനാവലി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിപുലമായ സൗകര്യങ്ങളും ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ തന്നെയാണല്ലോ അല്ലേ? നമുക്ക്
ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തിരുനാവായ മണപ്പുറത്തു നിന്നുള്ള കാഴ്ചകളാണ്. പുലർച്ചെ 2 മണി മുതൽ തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളാണ്. വൈകിട്ട് 3 മണിക്ക് ശേഷവും ഒരുപക്ഷെ ഇതെല്ലാം നീളുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളടക്കമാണ് ആലുവ മണപ്പുറത്ത് ഒരുക്കിയിരിക്കുന്നത്. അശ്വതിക്ക് കേൾക്കാമെന്ന് കരുതുന്നു. അശ്വതി, എനിക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാമായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു തിരക്ക്, ആളുകളുടെ കൂട്ടം അശ്വതിയുടെ പിന്നിൽ കാണുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ അങ്ങേറ്റം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പിതൃക്കളെയെല്ലാം സ്മരിച്ച് പ്രിയപ്പെട്ടവർ, ബന്ധുജനങ്ങൾ അവർക്ക് ബലിതർപ്പണം നടത്തുന്നു. വിവരങ്ങൾ ഇവിടെ ആലുവയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ന് പുലർച്ചെ മുതൽ ബലിതർപ്പണം ചടങ്ങുകൾക്കായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടുകൂടി തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണി വരെയാണ് ആലുവയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഏകദേശം 60-ലധികം ബലിത്തറകളാണ് ഇത്തവണ ക്രമീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ വരെ വലിയ മഴയത്ത് ഇവിടെയൊക്കെ വെള്ളം കെട്ടി, അതായത് വെള്ളക്കെട്ടും ചെളിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ മഴ കുറഞ്ഞ ഒരു സാഹചര്യത്തിൽ അല്പം ഒരു ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. എറണാകുളം ജില്ലയിൽ ആലുവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. എറണാകുളത്തെ ചേലാമറ്റത്തും അദ്വൈതാശ്രമത്തിലും അതുപോലെ തന്നെ പിറവം, പാഴൂർ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. ഇനി ഈ ഒരു സമയത്തിന് ശേഷം ഒരു 8-9 മണിയോട് കൂടി കൂടുതൽ ആളുകളെ ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ സ്കൂബ ഡൈവേഴ്സിന്റെ, അങ്ങനെ നിരവധി ആളുകളുടെ സേവനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. 450-ലധികം പോലീസുകാരെയാണ് അധികമായിട്ട് വിന്യസിച്ചിട്ടുള്ളത്. 3 ACP-മാരുടെ നേതൃത്വത്തിലാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. കനത്ത ഗതാഗത നിയന്ത്രണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോട് തുടങ്ങിയ ബലിതർപ്പണ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആലുവ മണപ്പുറത്തേക്ക് ഒഴുകിയെത്തുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ക്ഷേത്ര ദർശനത്തിനായി, ബലിതർപ്പണത്തിന് മാത്രമല്ല ക്ഷേത്ര ദർശനത്തിനായി നിരവധി ആളുകൾ, പതിവിലും കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നത്? എല്ലാ തവണയും വരുന്നതാണ്? എല്ലാ വർഷം വരാറുണ്ട്. നിരവധി ആളുകൾ കേരളത്തിന്റെ തന്നെ വിവിധ മേഖലകളിൽ നിന്ന് ഇവിടെ ആലുവയിൽ എല്ലാ ദിവസവും ബലിതർപ്പണ ചടങ്ങുകൾ ഉണ്ട്. പക്ഷേ ഈ കർക്കിടകവാവും അതുപോലെ തന്നെ ശിവരാത്രി മഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ പുറത്തു നിന്നൊക്കെ, മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ആളുകൾ ഏറ്റവും അധികം ഒഴുകിയെത്തുന്നത് ഈ ഒരു സമയത്താണ്. ചേട്ടാ, എന്റെ പേര് രാധാകൃഷ്ണൻ. എവിടുന്നാ വരുന്നത്? നന്നായി ചെയ്യാൻ പറ്റിയോ? ചെളി കാരണം ചെളി ഞാൻ വീണ് എന്റെ കാലില് അവിടെ കാലൊക്കെ ഇതായി. മഴക്കാലത്തിന്റെ ചെളി ഭയങ്കരം, ഇറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട്. ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ഇതാണ് ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ആലുവയിൽ വലിയ രീതിയിൽ ആലുവ പുഴയുടെ തീരത്താണ് ആലുവയിൽ പുഴയിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണ് ഈ മഴക്കാലത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വലിയ രീതിയിൽ ചെളി ഈ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയുണ്ട്. അത് പരമാവധി അവിടെ നിന്ന് മാറ്റി ഭക്തജനങ്ങൾക്കെല്ലാം ബലിതർപ്പണം ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും പുഴയുടെ തീരമാണ്, വലിയ രീതിയിലുള്ള ചെളിയുണ്ട്. പക്ഷേ ഇതൊന്നും കാര്യമാക്കാതെ നിരവധി ആളുകളാണ് പിതൃപുണ്യം തേടി ഈ ആലുവ മണപ്പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രുതി, കാണാൻ സാധിക്കുന്നുണ്ട് അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും ഈ മഴയൊക്കെ പെയ്ത് ഈ നദീതടങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഈ തീർത്ഥ സ്നാനഘട്ടങ്ങളിലെല്ലാം വലിയ രീതിയിൽ ചെളി അടക്കമുണ്ട്. അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഭക്തജനങ്ങൾക്ക്. എങ്കിൽ കൂടിയും അവർ അങ്ങേയറ്റം ഭക്തിപൂർവ്വം ആ ചടങ്ങുകളൊക്കെ നിർവഹിക്കുകയാണ്. ഇനി നമുക്ക് അരവിന്ദൻ, അതായത് ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ അവിടെ നിന്ന് അരവിന്ദൻ ചേരുകയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക്. അരവിന്ദൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കേരളത്തിൽ പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന്, ബലിതർപ്പണ ഘട്ടങ്ങളിലൊന്നാണ്, തീർത്ഥഘട്ടങ്ങളിലൊന്നാണ് തിരുനാവായ എന്ന് പറയുമ്പോൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മഴ ഒരു വലിയ പ്രശ്നമാണ് ഭക്തർക്ക് എത്തിച്ചേരുന്നതിനും ബലിയിടുന്നതിനും അടക്കം. അതൊക്കെ മാറ്റി നിർത്തിയാൽ മറ്റെല്ലാം ഈ പറഞ്ഞതുപോലെ പൂർവാധികം ഭംഗിയായി നടക്കുന്നില്ലേ? എല്ലാ ഒരുക്കങ്ങളും ഈ ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം കൃത്യമായി തന്നെയുണ്ടല്ലോ അല്ലേ?
സ്വപ്ന, തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രി മുതൽ മഴയൊന്നും പെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഭക്തർക്ക് ആ തരത്തിലുള്ള തടസ്സങ്ങളൊന്നുമില്ല. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം ത്രിമൂർത്തി സംഗമസ്ഥാനമാണ്. തെക്കൻ കാശി എന്നാണ് തിരുനാവായ അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ നിരവധി പേരാണ്, സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി ഇവിടെ എത്തുന്നത്. പുലർച്ചെ 2 മണിക്കാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. ത്രിമൂർത്തി സംഗമസ്ഥാനം എന്ന് പറയുമ്പോൾ ബ്രഹ്മ, ശിവ, വിഷ്ണു ക്ഷേത്രങ്ങളുടെ 3 ക്ഷേത്രങ്ങളും അടുത്തടുത്തായി നിൽക്കുന്നു. പുഴയുടെ ആ കരയ്ക്കിൽ ബ്രഹ്മാവിന്റെ ക്ഷേത്രവും അതുപോലെ തന്നെ ശിവക്ഷേത്രം നിൽക്കുന്നു. നവാമുന്നിന്റെ ക്ഷേത്രം ഇപ്പോഴത്തെ നിൽക്കുന്നു. നവാമുന്നിന്റെ ക്ഷേത്ര സന്നിധിയോട് ചേർന്ന തീരത്താണ് ഇപ്പോൾ ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത്. ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ആയിരക്കണക്കിന് പേർ ഇവിടെ ഓരോ വർഷവും ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നു. കൂടാതെ ഇവിടെ തിരുനാവായയുടെ ഒരു പ്രത്യേകത, എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളുണ്ട്. ആളുകൾ മരിച്ച ആണ്ട് പൂർത്തിയാക്കുമ്പോൾ എല്ലാ ആളുകളും ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ അവസരത്തിൽ നിരവധി പേർ ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നു. ഒട്ടേറെ പേർ ഇവിടെ എത്തി പുലർച്ചെ 2 മണി മുതൽ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുനാവായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് സാർ രാവിലെ 2 മണിക്ക് ദേവസ്വം നിയോഗിച്ചിട്ടുള്ള 15 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ബലികർമ്മം തുടങ്ങിയിട്ടുള്ളത്. അത് ഇപ്പോഴും നല്ല തിരക്കാണ് വരുന്നത്. ഉച്ചയ്ക്ക് ഒരു 2 മണി വരെ ആ തിരക്കുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്നെന്താ വെച്ചാൽ ത്രിമൂർത്തി സംഗമ സ്ഥാനമാണല്ലോ തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവ്. പിന്നെ പരശുരാമൻ ബലിയിട്ടിട്ടുള്ള മോക്ഷം കിട്ടിയ ഒരു സ്ഥലം എന്നുള്ളതും വലിയ പ്രാധാന്യമാണ്. ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ മുതൽ എത്തുന്ന ആളുകൾക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ്, ഫയർഫോഴ്സ്, മുഴുവൻ സമയം ഡോക്ടർമാരുടെ സേവനം, തോണി, മുങ്ങൽ വിദഗ്ധർ, CCTV അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഈ ബലിതർപ്പണത്തിന് രശീതികൾ ഒരാഴ്ച മുമ്പേ ദേവസ്വം കൗണ്ടറിലൂടെ വിതരണം ചെയ്തിരുന്നു. നിരവധിയായിട്ടുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ ചീട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബലിതർപ്പണം കഴിഞ്ഞു പോകുന്നവര് ഈ പരേതാത്മാക്കളുടെ മോക്ഷത്തിനു വേണ്ടി തിലഹോമം, സായുജ്യ പൂജ, താമരമാല തുടങ്ങിയ വഴിപാടുകൾ ചീട്ടാക്കി. പിന്നെ നിള ഓഡിറ്റോറിയത്തിൽ കോയമ്പത്തൂരിലുള്ള കുറച്ച് മലയാളി ഭക്തർ ചേർന്നിട്ട് 20 വർഷത്തോളമായി നടത്തുന്ന ഭക്ഷണമുണ്ട്. ആ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണ് ആളുകൾ പോവുക. എത്രത്തോളം പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു? ഏകദേശം ബലിതർപ്പണത്തിന് മൊത്തമായിട്ട് ബലിതർപ്പണത്തിനും ദർശനത്തിനും വഴിപാട് കഴിക്കാനും എല്ലാം കുളിച്ചു തൊഴാനും ഉൾപ്പെടെ ഏകദേശം 1,00,000-ൽ കൂടുതൽ ആളുകൾ ഈ ദിവസം തിരുനാവായ ക്ഷേത്രത്തിലെത്തും. സ്വപ്ന, തീർച്ചയായും 1,00,000-ത്തോളം പേർ തിരുനാവായയിൽ ഈ ദിനത്തിൽ ഇവിടെ എത്താറുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രാധികാരികളും അതുപോലെ തന്നെ പോലീസും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ജനങ്ങൾ, നിരവധി ഭക്തർ ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പിതൃക്കൾക്ക് മോക്ഷം ലഭിച്ചു എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത്. സ്വപ്ന മായി ചേർന്ന് തിരുനാവായിൽ നേരത്തെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരശുരാമൻ ആത്മാക്കൾക്കായി ബലിതർപ്പണം നടത്തി, പിതൃമോക്ഷ പുണ്യത്തിനായി ബലിതർപ്പണം നടത്തിയെന്ന ഐതിഹ്യമുള്ള ഒരു പ്രദേശമാണ് തിരുനാവായ. അവിടെ നിന്നാണ് നമുക്ക് ആ പടിക്കെട്ടുകളിൽ ഇങ്ങനെ ഒരുമിച്ചിരുന്ന ഒരേ മനസ്സോടെ മന്ത്രം ജപിക്കുന്ന ബന്ധുജനങ്ങളെ, മരിച്ചവർക്കായി ബലിയർപ്പിക്കുന്ന ബന്ധുജനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളടക്കം നമുക്ക് ആ ബലിയിടുന്ന ആ സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്നതും വലിയ തൂണുകൾ പോലെ, കമ്പി തൂണുകൾ പോലെയൊക്കെ സ്ഥാപിച്ച് കൃത്യമായി സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് പുലർച്ചെ തുടങ്ങിയതിനെയും വൈകിട്ടോളം നീളുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആയിരങ്ങളാണ് തിരുനാവായയിൽ ബലിയർപ്പിക്കാൻ. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ, ഇടുക്കിയിൽ ഈ പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു അയ്യപ്പൻ ക്ഷേത്രം, അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം വലിയ രീതിയിലാണ്, വലിയ പ്രശസ്തമാണ്. കർക്കിടക ബലിച്ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. MC ബോബനിലേക്കാണ്. ബോബൻ, വളരെ പുലർച്ചെ തന്നെ ചടങ്ങുകളെല്ലാം, ബലിതർപ്പണ ചടങ്ങുകളെല്ലാം തുടങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? എത്രത്തോളം തിരക്ക് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു? കുട പിടിച്ചിട്ടുണ്ട്. മഴ ഇപ്പോഴും പ്രശ്നം തന്നെയാണ്. സ്വപ്ന, പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പെരിയാറ്റിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ മഴ കാര്യമായി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്തർക്ക് ഇവിടേക്ക് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അയ്യപ്പൻ കോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരശുരാമൻ പ്രതിഷ്ഠിച്ച പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രമെന്നാണ് വിശ്വാസം ഉള്ളത്. അതുപോലെ തന്നെ പെരിയാർ തീരത്താണ്. ഇടുക്കി അണക്കെട്ടിന്റെ റിസർവ്
റിസർവോയറിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് പൂർണ്ണ സംഭരണ ശേഷിയിലേക്ക് എത്തുമ്പോൾ അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഏതാണ്ട് ശ്രീകോവിൽ ഒഴികെയുള്ള ഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലാവും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്ന് ബലിതർപ്പണ ചടങ്ങുകൾ തന്നെയാണ്. അതിരാവിലെ തന്നെ നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണ ചടങ്ങുകൾക്കായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ജലനിരപ്പ് അണക്കെട്ടിൽ 50% താഴെയാണ്. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ള പ്രത്യേകതയുണ്ട്. എന്നാൽ മുൻവർഷങ്ങളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും വള്ളങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ആളുകൾ പെരിയാർ കടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഈ പെരിയാറ്റിലൂടെയും ആളുകൾ വള്ളത്തിലൂടെയും ഒക്കെയായി ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിച്ചേരുന്നുണ്ട്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം വരെ ഈ ചടങ്ങുകൾ തുടരും. നിരവധി ആളുകൾ വിവിധ ഭാഗങ്ങളിൽ, ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും ഇപ്പോൾ ഭക്തർക്ക് ഒരു ആശ്വാസകരമാണ്. എന്തായാലും ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വപ്ന. ഇടുക്കി ശ്രീ അയ്യപ്പ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാനത്തെ അവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി നിരവധി പേരാണ്, തിരുവനന്തപുരം നഗരത്തിലുള്ള നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചടങ്ങുകൾ പുരോഗമിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് കോഴിക്കോടത്തെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. കോഴിക്കോട് നിന്നും ലക്ഷ്മിപ്രിയ ചേരുകയാണ്. ലക്ഷ്മി, കോഴിക്കോട് പ്രധാനമായും എവിടെയൊക്കെ ഈ കർക്കിടക വാവ് ബലി തർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നു? സ്വപ്ന, നമ്മളിപ്പോൾ നിൽക്കുന്നത് വരയ്ക്കൽ കടപ്പുറത്താണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 3ഉം 4ഉമായിട്ടുള്ള ടിക്കറ്റ് കൗണ്ടറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് എടുത്ത് വേണം ഈ ബലിതർപ്പണത്തിലേക്ക്, ആ ചടങ്ങിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ക്യൂ നിൽക്കാനടക്കം വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബലിതർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള ക്യൂ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. വരയ്ക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം, അതുപോലെ തന്നെ ശ്രീകണ്ഠ ക്ഷേത്രം, വരയ്ക്കൽ ബലിതർപ്പണ സമിതി, അതുപോലെ തന്നെ ഹിന്ദു ഐക്യവേദി എന്നീ 4 അവരാണ് ഇതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ ക്യൂ നിൽക്കാനും അതുപോലെ തന്നെ മറ്റ് ഈ ചടങ്ങുകളിലേക്കൊക്കെ കടക്കാനടക്കം വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇവിടെ മറ്റും സുരക്ഷാ മുൻകരുതൽ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടി തന്നെയാണ് ഇവിടെ ചടങ്ങുകൾ, ഇതിനുള്ള ബലിതർപ്പണത്തിലുള്ള ചടങ്ങുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത്. ഇനി 10 മണി വരെ ഈ ഒരു ബലിതർപ്പണം ഇവിടെ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അല്ലാതെ, അതായത് വരയ്ക്കൽ കടപ്പുറത്തല്ലാതെ വെള്ളയിൽ കടപ്പുറത്തടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ചടങ്ങുകളും ബലിതർപ്പണം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വലിയ രീതിയിലുള്ള തിരക്ക് അവിടെയും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനായി ആയിരങ്ങൾ ഇവിടെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരു ആത്മസംതൃപ്തിയോടെയാണ് ഇവിടുന്ന് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. ഇവിടെ കടലിൽ മുങ്ങി വേണം, അതായത് ഈ കൂപ്പൺ എടുത്ത് കടലിൽ മുങ്ങി വേണം അവർ ഈ ചടങ്ങുകളെല്ലാം ചെയ്യാൻ വരാൻ. അപ്പോൾ കടലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ്. വരയ്ക്കൽ കടപ്പുറത്ത് നിന്ന്
ലക്ഷ്മിപ്രിയയാണ് ചേർന്നത്. കോട്ടയത്തെ വിവിധയിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലെല്ലാം ബലിതർപ്പണ ചടങ്ങിൻ്റെ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രധാനമായും നാഗമ്പടം മഹാദേവ ക്ഷേത്രം, തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഒപ്പം ഏറ്റുമാനൂർ വേദഗിരി ധർമ്മശാസ്താ ക്ഷേത്രം, പുന്നത്തുറ കിരാതമൂർത്തി ക്ഷേത്രം, പാമ്പാടി വെന്നിമല ശ്രീരാമലക്ഷ്മണ സ്വാമി ക്ഷേത്രം, പിന്നെ പാല ഇടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം, അങ്ങനെ നിരവധി ഇടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ കോട്ടയത്ത് നടക്കുന്നുണ്ട്. പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, വലിയ രീതിയിലുള്ള തിരക്കുകൾ ഇവിടങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും സ്വപ്ന, പുലർച്ചെ മുതൽ തന്നെ വിവിധ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഞാൻ ഇപ്പോഴുള്ളത് കോട്ടയം നാഗമ്പടം മഹാദേവ ക്ഷേത്രത്തിലാണ്. വളരെ നൂറ്റാണ്ടുകളായി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ, ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് നാഗമ്പടം മഹാദേവ ക്ഷേത്രം. ഇവിടെ ഇന്നും രാവിലെ 4 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. നമ്മോടൊപ്പം ക്ഷേത്ര ഭാരവാഹിയായ സജീഷ് മണലയിൽ ചേരുന്നുണ്ട്. ഇവിടെ ഇത്തവണ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ബലിതർപ്പണ ചടങ്ങുകൾക്ക്? ഇവിടെ ഇന്ന് 4 മണി മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ആളുകൾ ഒഴുകിയെത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ പ്രത്യേകത, മധ്യ കേരളത്തിലെ ഏക നദീമുഖത്തോടു കൂടിയ സ്നാനഘട്ടമാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നൂറുകണക്കിനായ സംഘാടകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. 4 മണി തൊട്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് 5000-ന് മേളിൽ ആളുകൾ ബലിതർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് എല്ലാ വർഷവും ഇവിടെ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരുക്കങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഈ ഭക്തരുടെ തിരക്കൊക്കെ പരിഗണിച്ച് ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ കാര്യമായി തന്നെ ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷാ ക്രമീകരണം പോലീസ് അധികാരികൾ 2 ദിവസമായി തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ, കാരണം നദിയിൽ നല്ല ഒഴുക്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും 2 ദിവസമായിട്ട് ആരോഗ്യ മേഖലയിലുള്ളവർ, അങ്ങനെ സർക്കാരിൻ്റെ അധികാരികളെല്ലാം തന്നെ സജീവമായിട്ട്, നൂറുകണക്കിന് ആളുകൾ, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് അധികാരികളെല്ലാം ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഈ മഴ മാറി നിൽക്കുന്നത് കുറച്ചുകൂടി അനുകൂലമായി മാറിയല്ലേ, കൂടുതൽ ആളുകൾ എത്തുന്നതിനും? ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ നിലത്ത് മാറ്റൊക്കെ വിരിച്ച് അതുപോലെ പന്തലുമൊക്കെ ഇട്ട് മഴ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ തീർച്ചയായും ക്ഷേത്ര ഭാരവാഹികളാണ് ഇവിടെ ഓരോ വർഷവും 10,000-കണക്കിന് ആളുകൾ ഈ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ബലിയിടാനായി 1000-കണക്കിന് ഭക്തർ ഇവിടെ 10,000-കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്ന ഒരു ക്ഷേത്രമാണ്. തീർച്ചയായും കാണാൻ സാധിക്കുന്നുണ്ട്. വിപുലമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മാറ്റടക്കം വിരിച്ച്, ഈ മഴയില്ല എങ്കിൽ കൂടിയും പ്രധാനമായും ഈ സ്നാനഘട്ടങ്ങളിൽ അടിയൊഴുക്കുകൾ ഉണ്ടാകാം, ഒരുപക്ഷെ ചെളി നല്ല രീതിയിൽ വന്ന് നിറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം നോക്കി വേണം ഈ ബലിതർപ്പണത്തിനിറങ്ങുന്ന ഭക്തർ അത് നടത്തേണ്ടതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഇനി നമുക്ക് കൊല്ലത്ത്, ഒരുപക്ഷെ സംസ്ഥാനത്ത് ബലിതർപ്പണം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്നാനഘട്ടം അല്ലെങ്കിൽ തർപ്പണ ഘട്ടം തന്നെയാണ് കൊല്ലത്തെ തിരുമുല്ലവാരം കടപ്പുറം. ഇപ്പോൾ സുധീഷ് ചേരുകയാണ്. സുധീഷ്, നല്ല തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ടോ അവിടെ? കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. ബലിതർപ്പണം നടത്താനായി കടലിലേക്ക് ഇറങ്ങുന്ന ഭക്തജനങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ സുരക്ഷ എന്നത് അങ്ങേയറ്റം പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് നല്ല മഴയാണ്, കടലേറ്റമുണ്ട്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സ്വപ്ന, കൊല്ലത്തെ തിരുമൂലാവരം മഹാവിഷ്ണു ക്ഷേത്രം, ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തോട് ചേർന്നാണ് ഈ തിരുമുല്ലാവരം കടപ്പുറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കടലിലാണ് ഇവിടെ പ്രധാനമായും പിതൃതർപ്പണ ചടങ്ങുകൾ പ്രധാനമായും നടത്തുക. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പിതൃതർപ്പണ കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ തിരുമുല്ലാവരം ക്ഷേത്രവും അതിനോട് അനുബന്ധിച്ചുള്ള ഈ കടൽ തീരമൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഏതായാലും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. തർപ്പണ കേന്ദ്രങ്ങളിലേക്ക് ഇതിനാവശ്യമായ പിതൃമോക്ഷം തേടി എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ വകയായും അല്ലെങ്കിൽ ഒപ്പം തന്നെ ഈ ഹിന്ദു സംഘടനകളുടെ സമീപന ഫലമായും ഒക്കെ ഇത് ഒരുക്കിയിട്ടുണ്ട്. 20ഓളം കേന്ദ്രങ്ങൾ ഇതിനായി ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ കൃത്യമായി എത്തി ചടങ്ങുകളൊക്കെ തന്നെ ആചാരങ്ങളോട് കൂടി തന്നെ കൃത്യമായ ചടങ്ങുകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനുള്ളൊരു സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും കടൽ തീരത്തോട് ചേർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷ വളരെ പ്രധാനമാണ്. അക്കാര്യങ്ങൾ അധികൃതർ ശ്രദ്ധിക്കുന്നുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകൾ, അവരുടെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം കടൽ പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് ദൂരെ കടലിലേക്ക് ഇറങ്ങി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കരുതെന്നൊരു നിർദ്ദേശം ഈ ഇവിടെ എത്തുന്നവർക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഈ കടൽത്തീരത്ത് ചേർന്ന ഒരു 2 പ്രദേശങ്ങളിൽ തന്നെ ബന്ധിച്ചുകൊണ്ടൊരു റോപ്പ് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് മാത്രമാണ് ഇവർക്ക് ഇവിടെ ഈ ചടങ്ങുകൾ
ചടങ്ങുകളൊക്കെ നടത്താൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒപ്പം പോലീസിൻ്റെ തന്നെ പല പ്രവർത്തകരും ഒക്കെ തന്നെ ഇവിടെ ഇതിനായിട്ട്, അതായത് എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെങ്കിൽ അവർ അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇവിടെ തയ്യാറാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടു കൂടി ഇവിടെ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ ഈ കൊല്ലത്തെ തീരദേശ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് തീർച്ചയായും അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ സൂചിപ്പിച്ച പോലെ ഈ നദീതടങ്ങളിൽ സ്നാനഘട്ടങ്ങൾ പോലെയല്ല, കടലാണ്. കാൽ വലിച്ച് അടിയൊഴുക്ക് പോകാനുള്ള ഒരു സാധ്യതകൾ അടക്കമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് മഴയും കടലേറ്റവും ഒക്കെ രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ സുരക്ഷിതമായി തന്നെ ഈ ചടങ്ങുകൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. ഇനി നമുക്ക് കാസർഗോഡ് പോകേണ്ടതുണ്ട്. കാസർഗോഡ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ നിന്ന് അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, എങ്ങനെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? പുലർച്ചെ മുതൽ തന്നെ നല്ല തിരക്കുണ്ടോ? സ്വപ്ന, രാവിലെ 5:30 മണി മുതലാണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. 10,000-കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തർപ്പണ ചടങ്ങുകൾ നടക്കുകയാണ്. ക്ഷേത്രത്തിനരികിലായി മഴ മുന്നിൽ കണ്ട് കെട്ടിയുണ്ടാക്കിയ പന്തലിൽ വെച്ചാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നത്. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തർപ്പണ കേന്ദ്രമാണ് ഇത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ശ്രീ ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ തിലഹോമത്തോടു കൂടിയാണ് ബലിതർപ്പണ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഇവിടുത്തെ പ്രമുഖ ശാന്തി നവീൻ ചന്ദ്ര കർത്തായുടെ നേതൃത്വത്തിൽ 20ഓളം പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുവരുന്നത്. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് കടലുണ്ട്. അതിനാൽ തർപ്പണ കർമ്മങ്ങൾ പൂർത്തിയാകുന്നത് ഭക്തർ, ഇവിടെ എത്തുന്ന വിശ്വാസികൾ കടലിൽ കുളിച്ച ശേഷമാണ് പിണ്ടസമർപ്പണം കടപ്പുറത്ത് നടത്തുന്നു. ക്ഷേത്ര പരിസരത്ത് വെച്ച് ബലിതർപ്പണം പൂർത്തിയാക്കി പിണ്ടം കടപ്പുറത്ത് വെച്ച് കടലിൽ കുളിച്ച ശേഷമാണ് ഇവിടെ ചടങ്ങുകൾ പ്രകാരം, ഇവിടുത്തെ ചിട്ടകൾ പ്രകാരം ബലിതർപ്പണത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയാകുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കർണാടകയിൽ നിന്നടക്കം ആയിരക്കണക്കിന് ആളുകൾ ഈ ദിവസം ഇവിടെ എത്തിച്ചേരുന്നു. മറ്റെല്ലാ ദിനങ്ങളിലും ഇവിടെ തർപ്പണം നടക്കുന്നു, ബലിതർപ്പണം പിതൃക്കൾക്കായി നടക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, ഏതാണ്ട് 20,000 പേർ കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ ബലിതർപ്പണം നടത്തുന്നതിനായി പേര് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിലും കൂടുതൽ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കടലരികിലായി പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് സന്നാഹങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. 10,000 രാവിലെ മുതൽ ഇവിടെ ക്യൂ നിൽക്കുകയാണ് തർപ്പണത്തിനായി. ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 20ഓളം കാർമ്മികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ പിതൃമോക്ഷം തേടിയുള്ള ബലിതർപ്പണം നടന്നു വരുന്നത്. സ്വപ്ന, അങ്ങനെ തന്നെയാണ് സംസ്ഥാനത്തുടനീളം, ഇങ്ങ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ വിവിധയിടങ്ങളിൽ പ്രധാനപ്പെട്ട സ്നാനഘട്ടങ്ങളിലെല്ലാം ഇന്നിപ്പോൾ പിതൃമോക്ഷ പുണ്യത്തിനായി ബലിതർപ്പണം നടത്തുകയാണ് ബന്ധുക്കൾ. തത്സമയ ദൃശ്യങ്ങളാണ് വിവിധ ബ്യൂറോകളിൽ നിന്ന് പ്രേക്ഷകർ കണ്ടത്. രാമ രാമ ജയ സീതാരാമ. കർക്കിടക മാസം രാമായണ മാസം കൂടിയാണ്. രാമായണ മാസത്തിലെ എല്ലാ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും കൊല്ലം ചന്ദനത്തോപ്പ് ഗീതത്തിൽ മുരളീമോഹൻ്റെ വീട്ടിലെ രാമായണ ശേഖരം പിന്നെയും ബാക്കിയാകും. 1-2 രാമൻ്റെയും സീതയുടെയും കഥ പറയുന്ന 71 അപൂർവ ഗ്രന്ഥങ്ങളാണ് ഈ വീട്ടിലെ അമൂല്യ ശേഖരം. 101 വർഷം പഴക്കമുള്ള പുസ്തകം മുതൽ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ ഇതിലുണ്ട്. കൗതുകങ്ങളുടെ വലിയൊരു ലോകമാണ് ഇവിടെ. മുരളീമോഹന്റെ വീട്ടിലെത്തിയാൽ കാണുന്നത് പുസ്തകങ്ങളുടെ വലിയൊരു ലോകമാണ്. രാമായണ മാസത്തിലെ ഓരോ ദിവസവും 2 രാമായണ ഗ്രന്ഥങ്ങൾ വീതം വായിച്ചു തീർത്താലും ഈ ശേഖരം പൂർണ്ണമാകില്ല. കാരണം രാമന്റെയും സീതയുടെയും കഥ പറയുന്ന 71 ഗ്രന്ഥങ്ങളാണ് മുരളീമോഹന്റെ ശേഖരത്തിലുള്ളത്. 101 വർഷം മുൻപ് അച്ചടിച്ച പുസ്തകം മുതൽ രാമായണത്തിലെ 10 ഉജ്ജ്വല മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തി തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പ് രാമായണം വരെ ശേഖരത്തിലുണ്ട്. അധ്യാത്മരാമായണം മുരളീമോഹന് പൂർണ്ണമായും മനഃപ്പാഠം. പിതാവ് കേശവനാചാര്യാണ് രാമായണം ചൊല്ലിപ്പഠിപ്പിച്ചത്. അച്ഛൻ നന്നായി രാമായണം വായിക്കും. അദ്ദേഹം സംസ്കൃത അധ്യാപകനായിരുന്നു, സംസ്കൃത MA കാരനായിരുന്നു. അദ്ദേഹം നന്നായിട്ട് രാമായണം വായിക്കുകയാണ്. അദ്ദേഹം രാമായണം വായിക്കുന്ന കേട്ടുകൊണ്ടാണ് എനിക്ക് രാമായണത്തോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ എൻ്റെ ഇഷ്ടം കണ്ടുകൊണ്ട് അദ്ദേഹം എന്നെ രാമായണം പഠിപ്പിച്ചു കുട്ടിക്കാലം മുതൽ. അങ്ങനെ ഈ 2ാം ക്ലാസ്സിലെ വെക്കേഷൻ മുതൽ പീഡിഗ്രി വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ മുഴുവൻ വെക്കേഷൻ കാലം കൊണ്ട് രാമായണം മൊത്തം പഠിച്ചു തീർത്തു. അങ്ങനെ മുഴുവൻ രാമായണം എനിക്ക് കാണാപ്പാടമായത് അങ്ങനെയാണ്. 18ാം നൂറ്റാണ്ടിൽ അച്ചടിച്ച സുബ്രഹ്മണ്യ അക്ഷരമാലയും ശേഖരത്തിലെ അപൂർവ കാഴ്ചയാണ്. 1 ഇഞ്ച് നീളവും 3/4 ഇഞ്ച് വീതിയുമുള്ള ലോകത്തിലെ ചെറിയ പുസ്തകമെന്നറിയപ്പെടുന്ന പുസ്തകവും മുരളീമോഹന്റെ ശേഖരത്തിലുണ്ട്.
കൊച്ചി കോർപ്പറേഷനിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന മുരളി മോഹൻ വിരമിച്ച ശേഷം വാസ്തുവിദ്യയിൽ PhD നേടി. പുസ്തകങ്ങളാണ് യഥാർത്ഥ ആരോഗ്യവും സമ്പത്തും എന്നാണ് മുരളി മോഹന്റെ വിശ്വാസം. പുസ്തകങ്ങൾ വായിക്കാൻ സമയമില്ലെന്ന് പറയുന്നവർക്കും മുരളി മോഹന്റെ പക്കൽ മറുപടിയുണ്ട്. ഒരു 75 വയസ്സ് വരെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു 65 വർഷം വായിച്ചു എന്നിരിക്കട്ടെ. ഈ ഒരു 7 വയസ്സ് മുതൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അയാളുടെ ജീവിതത്തിലാകെ 22,000 ദിവസങ്ങളാണ് വായിക്കാൻ കിട്ടുന്നത്. ഒരു ദിവസം 2 പുസ്തകം വെച്ച് വായിച്ചാൽ തന്നെ 44,000 പുസ്തകം വരെയൊക്കെ വായിക്കാൻ പറ്റും. പുസ്തകം കടമായി ചോദിച്ചാൽ പുസ്തകം സമ്മാനമായി നൽകാനാണ് മുരളി മോഹന് ഏറെ ഇഷ്ടം. അതിലൂടെ അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് കൂടുതൽ വിലപ്പെട്ടതാകുന്നതെന്ന സന്ദേശം കൂടിയാണ് ഈ പുസ്തകപ്രേമി പകർന്നു നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. പ്രാർത്ഥനാ മന്ത്രങ്ങൾക്കൊപ്പം അനാഥരായ 3 പിഞ്ചു മക്കളുടെ കണ്ണീരൊപ്പുകയാണ് മലപ്പുറത്തെ ഒരു ക്ഷേത്രം. പെരിന്തൽമണ്ണയിലെ ആനമങ്ങാട് ശ്രീ കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രമാണ് ആത്മീയതയ്ക്കൊപ്പം സഹജീവി സ്നേഹത്തിൻ്റെ അപൂർവ മാതൃക തീർക്കുന്നത്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട 3 കുട്ടികൾക്ക് തല ചായ്ക്കാനൊരിടമൊരുക്കുകയാണ് ഈ പുണ്യസങ്കേതം. മണലായ സ്വദേശി കണ്ടഞ്ചിറ അനൂപിൻ്റെയും ഭാര്യ സജിനിയുടെയും വേർപാട് അവരുടെ 3 കുട്ടികളുടെ ജീവിതത്തിൽ തീർത്തത് ആഴത്തിലുള്ള മുറിവാണ്. പഠിച്ചുയരേണ്ട പ്രായത്തിൽ, അച്ഛൻ്റെയും അമ്മയുടെയും കരം പിടിക്കേണ്ട പ്രായത്തിൽ ആ തണൽ നഷ്ടപ്പെട്ട കുട്ടികൾക്കിപ്പോൾ കൂട്ടുകുടുംബമാണ് ഏക ആശ്രയം. എന്നാൽ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് ആശ്വാസം നൽകാൻ എത്തുകയാണ് ആനമങ്ങാട് കുന്നിമ്മൽ ഭഗവതി ക്ഷേത്രം. 100 ഒരു വീട് എന്ന പേരിൽ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ നാടൊന്നിച്ച് കൈകോർത്താണ് കുട്ടികളുടെ സുരക്ഷയ്ക്കായി പദ്ധതി നടപ്പിലാക്കുന്നത്. നാട്ടുകാരിൽ നിന്ന് 100 രൂപ മുതൽ സമാഹരിച്ച് ഈ കുട്ടികൾക്കായി സുരക്ഷിതമായൊരു ഭവനം നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി സ്ഥലം കണ്ടെത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സ്കൂളിൽ നിന്നുള്ള ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായിട്ട് ഓരോ വീടുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ ഓരോ വീട്ടിലെയും അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞത്. വളരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളുടെ ഭാഗത്തു നിന്നുള്ളത്. ചിലർ സിമെൻറ്റ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലർ വാർപ്പിലുള്ള കമ്പി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിലൊക്കെ ടൈൽസ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പണി ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിഷ്പ്രയാസം ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. 4 വർഷം മുൻപ് 6 ലക്ഷം രൂപ ചെലവഴിച്ച് പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് ഡയാലിസിസ് മെഷീൻ കൈമാറിയതും ഇവിടുത്തെ ഭക്തജന കൂട്ടായ്മയാണ്. കൂടാതെ കഴിഞ്ഞ 10 വർഷമായി 5 ഏക്കർ പാടത്ത് നെൽകൃഷി ഇറക്കി നാടിന്റെ കാർഷിക സമൃദ്ധിയിലും ക്ഷേത്രം പങ്കാളിയാകുന്നു. പ്രാർത്ഥനകളിലും ഭക്തിനിർഭരമായ ചടങ്ങുകളിലും മാത്രം ഒതുങ്ങാതെ മാനവ സേവയാണ് മാധവ സേവ എന്ന് തെളിയിക്കുകയാണ് ഈ നാടും കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രവും. അമൃത ന്യൂസ്, മലപ്പുറം. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. സാമ്പത്തിക ഇടപാടുകൾ ധനവകുപ്പും അന്വേഷിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും നേതൃത്വം കൊടുത്തത് മുൻ കായിക മന്ത്രിയെന്നും റിപ്പോർട്ട്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, മെസ്സിയെ വരെ വിറ്റ് കാശാക്കിയിരിക്കുന്നു മുൻ സർക്കാരിലെ മുൻ കായിക മന്ത്രി. ഈ കായിക സെക്രട്ടറി കൊടുത്ത റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം ഗുരുതരമായ ക്രമക്കേടുകളാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കൈവെള്ള കാണിച്ച് ഇതാണ് ആ രേഖ എന്ന് ചില സിനിമകളിലൊക്കെ പറയുന്നത് പോലെ ആ രേഖയോ കരാറോ അതിൽ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ യാതൊന്നുമില്ല. വളരെ ഈസിയായി ഒരുപക്ഷെ മലയാളിയെ ഇങ്ങനെ പറ്റിച്ചല്ലോ എന്നാണ്. ഇപ്പോൾ ഇതിന്മേൽ അന്വേഷണം നടക്കാനിരിക്കുന്നു. ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ അടക്കം അന്വേഷണം ഇക്കാര്യത്തിലേക്ക് എത്തുമോ? സ്വപ്ന, ഇന്നലെ കായിക വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ട്, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. എൻ പ്രശാന്ത് IAS ആണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിലാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് മെസ്സിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീയതി വരെ പറഞ്ഞാണ് മലയാളികളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇതിലൊരു മന്ത്രി, കായിക മന്ത്രി ഇതിൽ എന്ത് റോളാണ് ചെയ്തത്? കായിക മന്ത്രി എല്ലാ രീതിയിലും സർക്കാർ സംവിധാനങ്ങളും വഴിവിട്ട രീതിയിൽ നൽകി ആ സ്പോൺസർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. അതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യമായി പറയുന്നത്. ആ സ്പോൺസർക്കെതിരെയുള്ള അന്വേഷണവും സ്പോൺസർക്കെതിരെയുള്ള കണ്ടെത്തലുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വകുപ്പ് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്നുകൊണ്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളും കൈ അയച്ച് സഹായിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യം ഉയരുമ്പോൾ കഴിഞ്ഞ ദിവസം കായിക മന്ത്രി എല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നുവെങ്കിൽ പോലും കണ്ടെത്തലുകളും തെളിവുകളും മുഴുവനും കായിക മന്ത്രി അബ്ദുറഹ്മാനെ പ്രതിക്കൂട്ടി നിർത്തുന്നതാണ്. അതുകൊണ്ടാണ് അതിലൊരു ഉന്നതതല അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നാളെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഈ റിപ്പോർട്ട്, സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് ക്യാബിനറ്റിന് മുന്നിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് ക്യാബിനറ്റ് ചേർന്ന്
ഉന്നതതല അന്വേഷണമായിരിക്കും തീരുമാനിക്കുക. അതിനപ്പുറത്തേക്ക് ഈ കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ തന്നെയും ഇതിനകത്ത് സാമ്പത്തിക 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയെന്നാണ് സ്പോൺസർ വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. 126 കോടി രൂപ അമേരിക്കയിലെ ഒരു ഏജൻസി വഴി നൽകുമ്പോൾ ഉറപ്പായും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘനം നടന്നാൽ കൃത്യമായ സമാന നിയമം പാലിച്ചു തന്നെയാണോ? അതിനപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വിനിമയങ്ങളുടെ ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് SFIOയുടെ, അത് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയായ SFIO അന്വേഷിക്കണം, EDയുടെയൊക്കെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ് എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഇത് കൈമാറണമെന്നൊരു ആവശ്യമുണ്ട്. അതോടൊപ്പം ആദ്യഘട്ടത്തിൽ സ്പെഷ്യൽ സെക്രട്ടറി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി. ഇപ്പൊ പ്രാഥമിക അന്വേഷണ വളരെ ഗുരുതരമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് തൽക്കാലം സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ തന്നെ ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സാധ്യത. അതിനുശേഷം ആ ഉന്നതതല അന്വേഷണത്തിൽ ഈ ഗുരുതര ക്രമക്കേടുകളുടെ അതേ രീതിയിൽ തന്നെ കണ്ടെത്തലുകൾ നടക്കുകയും അതിനപ്പുറത്തേക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകളോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളോ ലഭ്യമാകുകയും ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഗൗരവ സ്വഭാവം അനുസരിച്ച് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഏൽപ്പിക്കണമോ വേണ്ടയോ എന്ന് സർക്കാർ തീരുമാനിക്കുക. ഉറപ്പായും അതൊരു സാമ്പത്തിക തിരിമറിയാണെങ്കിൽ അത് സർക്കാർ ശുപാർശ ചെയ്യാതെ തന്നെയും ഇത് EDയുടെ അന്വേഷണ പരിധി വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെയും കോടികളുടെ തിരിമറി വിദേശ ഭ്രമ നിയമത്തിന്റെ ചട്ടലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് SFIOയുടെ അന്വേഷണത്തിന്റെ പരിധിയിലും വരും. അങ്ങനെ വരുമ്പോൾ ഉറപ്പായും അബ്ദുറഹ്മാനും കായിക മന്ത്രി ഉറപ്പായും പ്രതിക്കൂട്ടിലാവുകയും അദ്ദേഹത്തിന് കൂടുതൽ കുരുക്ക് മുറുകയും ചെയ്യുന്നു. അദ്ദേഹം കൃത്യമായി മുൻ കായിക മന്ത്രിയെ സർക്കാരിനെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് കായിക സ്പെഷ്യൽ സെക്രട്ടറി ഇപ്പോൾ കായിക മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഒരു കർശനമായ കനത്ത ഒരു അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനയും പോസിറ്റീവായതോടെ കടുത്ത നടപടികൾക്ക് വ്യോമയാന മന്ത്രാലയം. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായാണ് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. എയർ ഇന്ത്യൻ CEOയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഒരുപക്ഷേ ഈ വിമാനങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നവരെ അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൈലറ്റിൻ്റെ ലഹരി ഉപയോഗം, അതും 2ാം പരിശോധനയും പോസിറ്റീവായി എന്ന് പറയുമ്പോൾ കടുത്ത നടപടികളിലേക്ക് തന്നെയാണോ വ്യോമയാന മന്ത്രാലയം നീങ്ങുന്നത്? മാത്രമല്ല ഇപ്പോഴും ഇതുവരെയും ഇത്തരത്തിൽ പൈലറ്റുമാരുടെ ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്നതിന് മുൻപുള്ള, പറത്തുന്നതിന് മുൻപുള്ള ഒരു അവരുടെ ശാരീരിക അവസ്ഥ എന്താണ്, അവരുടെ ഇത്തരത്തിലുള്ള കർശന പരിശോധനകൾ ഇതൊന്നും നടക്കാതെയാണ് ഈ ഫ്ലൈറ്റ് ഓടിക്കാനായി ഇവരെ മുന്നോട്ട് കടത്തിവിടുന്നത്. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്വപ്ന, ഈ വിഷയത്തിൽ ഗുരുതരമായ വീഴ്ച എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് നിലവിൽ വ്യോമയാന മന്ത്രാലയം കണ്ടെത്തിയിട്ടുള്ളത്. കാരണം ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തിയിരുന്ന ഓഗസ്റ്റ് 4 വന്ന വിമാനമാണ്. ആദ്യം വാർത്ത വന്നത് ഇത്തരത്തിൽ ആകാശ ചുഴിയിൽ പെട്ട് വിമാനം 300 അടിയോളം താഴേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരുന്നു. പക്ഷേ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ഈ വിഷയത്തിൽ ആദ്യം സ്വാഭാവിക നടപടി എന്നുള്ള രീതിയിലാണ് 2 പൈലറ്റുമാരുടെയും ശാരീരിക പരിശോധന നടത്തിയിട്ടുള്ളത്, ഡ്രഗ് പരിശോധന നടത്തിയത്. അതിൽ ആദ്യ പരിശോധനയിൽ പൈലറ്റ് ഇൻ ചീഫിന്റെ പരിശോധന ഫലം പോസിറ്റീവായി. പിന്നീട് അതൊന്നുകൂടി സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് 2ാമതും പരിശോധന നടത്തിയത്. ഈ 2ാമത്തെ പരിശോധനയിലും പൈലറ്റിന്റെ ഡ്രഗ് പരിശോധനാ ഫലം പോസിറ്റീവായിട്ടുണ്ട്. വ്യക്തമാക്കിയത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ, കടുത്ത നടപടികൾ എയർ ഇന്ത്യക്കെതിരെ സ്വീകരിക്കാനുള്ള സാധ്യതയാണുള്ളത്. വിഷയത്തിൽ നിലവിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് അന്വേഷണം നടത്തുന്നത്. ഈ വിഷയം കൂടി ഉൾപ്പെടുത്തിയ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും എന്തെല്ലാം നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന കാര്യം നടപടികളിലേക്ക് ഒരുപക്ഷേ വ്യോമയാന മന്ത്രാലയം കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 2 പേർക്കാണ് ആ ഒരു ഫുക്കറ്റ് ദുരന്തത്തിൽ ഈ ആകാശ ചുഴിയിലേക്ക് വീണു എന്നാണ് പറഞ്ഞത്. അതിൽ ഈ പറഞ്ഞതുപോലെ പരിക്കേറ്റത് അത്രയും യാത്രക്കാരുടെ ജീവൻ വെച്ച് അമ്മാനമാടുന്ന ഒരു നിലപാട് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ജിഷ്ണു, ഇന്നിപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്നും അറിയേണ്ട മറ്റൊന്ന്, ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം 17 ദിവസമായി, നാളെ ഇപ്പോൾ അവസാനിക്കാനിരിക്കുകയാണ്. അന്നു മുതൽ ബഹളം തന്നെയാണ് പ്രതിപക്ഷം. വിവിധ വിഷയങ്ങൾ, CJP സമരത്തിലെ പോലീസ് നടപടി, ഇപ്പോൾ അയോധ്യ സംഭാവന ക്രമക്കേട്, ഇതിലൊക്കെ ഇപ്പോൾ ഇന്നും നാളെയുമൊക്കെ പ്രതിഷേധം തുടരാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണോ, ഈ അവസാന 2 ദിവസവും അതങ്ങനെ തന്നെ പോകട്ടെ എന്ന നീക്കത്തിലേക്ക് തന്നെയാണോ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം? ഒപ്പം ഈ FCRA ബില്ലിൻ്റെ
ഭാവി എന്താണ്, അതിനിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയേണ്ടതുണ്ട്. ഈ കേരളമായ ആ ബില്ലടക്കം ലോക്സഭയിൽ ചർച്ച ചെയ്തില്ല, ഇനിയിപ്പോൾ രാജ്യസഭയിലെത്തുമല്ലോ അല്ലേ? സ്വപ്ന, നിലവിൽ വർഷകാല സമ്മേളനം നിശ്ചയിച്ചിട്ടുള്ളത് നാളെ വരെയാണ്. അതിൽ നിർണായകമായ ഒരു ബില്ല് എന്നുള്ളത് FCRA ആണ്. അത് ഇന്നും ഈ ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ഈ ഒരു പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് ഈ ബില്ല് വിടുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനം ഇന്നുണ്ടാകുമോ എന്നാണ് നോക്കിക്കാണേണ്ടത്. നേരത്തെ സർക്കാർ വൃത്തങ്ങൾ നൽകിയിരുന്ന സൂചന ബുധനാഴ്ച FCRA ബില്ലിന്മേലുള്ള ചർച്ച ലോക്സഭയിൽ നടക്കും എന്നായിരുന്നു. ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിലും അമിത്ഷാ അത്തരത്തിലുള്ളൊരു സൂചനയായിരുന്നു നൽകിയത്. പക്ഷെ ഇന്നും അജണ്ടയിൽ FCRA ബിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ്. ഒപ്പം സ്വപ്ന ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ വർഷകാല സമ്മേളനത്തിലുടനീളം ശക്തമായ പ്രതിഷേധം ഉയർത്തി സഭ സ്തംഭിപ്പിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നും അത് തുടരാൻ തന്നെയാണ് സാധ്യത. അമിത്ഷാ മറുപടി പറയുന്നതുവരെ പ്രതിഷേധം തുടരും എന്ന തീരുമാനമാണ് പ്രതിപക്ഷ അംഗങ്ങൾ കൈക്കൊണ്ടത്. അതുകൊണ്ട് ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ഇന്നലെ ലോക്സഭ 6 മിനിറ്റിനുള്ളിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് ഔദ്യോഗികമായ ആ മാറ്റം കൊണ്ടുവരുന്ന ബില്ല് പാസ്സാക്കിയത്. അതിന്റെ ചർച്ച പോലും ലോക്സഭയിൽ നടന്നില്ല. അതിൽ തീർച്ചയായും പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ പാസ്സാകുന്ന ഒരു അവസ്ഥ ഇന്നിപ്പോൾ 17 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്നും നാളെയും അതേ അവസ്ഥ തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷം അതേ നിലപാടുകൾ തന്നെ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സ്വതന്ത്രമായി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രിക്ക് മെയിലയച്ച തൃശൂർ സ്വദേശിനി നീറ്റ് വിദ്യാർത്ഥിനിയായ അഞ്ജലി S ആണ് പ്രധാനമന്ത്രിക്ക് മെയിലയച്ചത്. ക്രമക്കേടുകൾ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരവും ഫീസ് ഇളവും നൽകണമെന്നും അഞ്ജലി മെയിലിൽ ആവശ്യപ്പെടുന്നു. 2020 മുതൽ 2024 വരെ തുടർച്ചയായി 5 വർഷം നീറ്റ് പരീക്ഷ എഴുതിയ വ്യക്തിയാണ് അഞ്ജലി. 2022ലും 2023ലും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടണമെന്ന ആഗ്രഹത്തിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. 2024ലെ നീറ്റ് പരീക്ഷയിൽ 640 മാർക്ക് നേടിയെങ്കിലും പിന്നീട് നടത്തിയ തിരുത്തലുകൾക്ക് ശേഷം മാർക്ക് 635 ആയി. ഉയർന്ന മാർക്ക് നേടിയതിനാൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അഞ്ജലി. എന്നാൽ 2024ലെ അസാധാരണമായ ഉയർന്ന കട്ട് ഓഫ് കാരണം സർക്കാർ സീറ്റ് ലഭിച്ചില്ലെന്ന് അഞ്ജലി പറയുന്നു. മുൻ വർഷങ്ങളിലെ മാർക്ക്, റാങ്ക് വിവരങ്ങളും 2024ലെ വിവരങ്ങളും താരതമ്യം ചെയ്തുള്ള വിവരങ്ങൾ മെയിലിനൊപ്പം പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2024ലെ റാങ്കിംഗ് രീതിയിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്നും അഞ്ജലി ആവശ്യപ്പെടുന്നു. 2022ലും 2023ലും എനിക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിട്ടും ഞാനത് എടുത്തില്ല. കാരണം എനിക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടണമായിരുന്നു. ഫാമിലിക്ക് വെറുതെ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി കൊടുക്കരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് 2024ലെ എക്സാമിന് എനിക്ക് 640 കിട്ടി. കറക്ഷന് ശേഷം 635 ആയി. എങ്കിലും മാർക്ക് കൂട്ടിയ സമയത്ത് നമുക്ക് ഗവൺമെന്റ് സീറ്റ് കിട്ടുന്ന ഉറപ്പായിരുന്നു. കാരണം ഏതാണ്ട് ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 കൊല്ലത്തെ കട്ട് ഓഫ് എടുത്ത് നോക്കുകയാണെങ്കിലും ഇത്രയും ഉയർന്ന കട്ട് ഓഫ് എവിടെയും ഉണ്ടായിട്ടില്ല. അപ്പോ നമ്മൾ ഗവൺമെന്റ് കിട്ടും തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. അവസാനം ഞാനിപ്പോ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലാണ് ഇപ്പൊ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നീട് പ്രവർത്തിച്ച ആൾക്കാരിൽ നിന്ന് ഒരു നഷ്ടപരിഹാരം നമുക്ക് ശരിയാക്കി തരണമെന്ന് പറഞ്ഞ് ഞാനിപ്പോ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിക്കും ഞാനിപ്പോ മെയിൽ അയച്ചിട്ടുണ്ടിരുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നിലവിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജിലാണ് അഞ്ജലി പഠിക്കുന്നത്. പ്രതിവർഷം ഏകദേശം 10 ലക്ഷം രൂപയാണ് ഫീസിനായി കുടുംബത്തിന് ചെലവാകുന്നതെന്ന് അഞ്ജലി പറയുന്നു. വിദ്യാഭ്യാസം തുടരുന്നതിനായി മാതാപിതാക്കൾ വായ്പയെടുക്കുകയും മറ്റുള്ളവരിൽ നിന്ന് പണം കടം വാങ്ങുകയും ചെയ്യുന്നതായും അഞ്ജലി വ്യക്തമാക്കി. പ്രധാനമന്ത്രിക്ക് പുറമെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും അഞ്ജലി മെയിൽ അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ തമിഴ്നാടിന്റെ പ്രമേയം ഇന്നിപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ എത്തുന്നുണ്ട്. പ്രമേയം മുഖ്യമന്ത്രി ജോസഫ് വിജയ് അവതരിപ്പിക്കും. ലോക്സഭയിലെ സീറ്റുകൾ 543ആയും തമിഴ്നാട്ടിലെ സീറ്റുകൾ 39ആയും സ്ഥിരമായി നിലനിർത്തണമെന്നാണ് ആവശ്യം. ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലും നിയമസഭയിലുമുള്ള പ്രാതിനിധ്യം കുറയാൻ സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് തമിഴ്നാടിന്റെ തീരുമാനത്തിന് പിന്നിൽ. ജനസംഖ്യ വിജയകരമായി നിയന്ത്രിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാണിതെന്നും നിലവിലെ മണ്ഡല അനുപാതം തന്നെ തുടരണമെന്നും തമിഴ്നാട് ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുകയാണ്. 33% വനിതാ സംവരണം നടപ്പിലാക്കണമെന്നാണ് പ്രമേയം. ചാലിയാറിൽ മീൻ പിടിക്കുന്നതിനിടെ തോണി മറിഞ്ഞ് 23-കാരനെ കാണാതായി. കോഴിക്കോട് കുതിരാടം സ്വദേശി ബാസിലിനെയാണ് കാണാതായത്. പുലർച്ചെ 12:30യോടെയായിരുന്നു അപകടം. ബാസിലിനായി തിരച്ചിൽ തുടരുകയാണ്.
2018 മഹാപ്രളയത്തിന് ശേഷം പത്തനംതിട്ടയിലെ നദികളിൽ അടിഞ്ഞുകൂടിയത് ടൺ കണക്കിന് എക്കലും മണ്ണും. നദികളുടെ ഒഴുക്ക് സുഗമമാക്കാൻ വൻതോതിൽ മണ്ണ് നീക്കണമെന്ന് സാൻഡ് ഓഡിറ്റിംഗ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. എന്നാൽ ഇത്തവണ വെള്ളപ്പൊക്കത്തിന് പിന്നാലെ ചെളിയും മണ്ണും ശാസ്ത്രീയമായി നീക്കാനുള്ള പൈലറ്റ് പ്രോജക്റ്റ് പത്തനംതിട്ടയിൽ ആരംഭിക്കുമെന്ന് സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിരുന്നു. ഈ പദ്ധതി തികച്ചും ശാസ്ത്രീയമായി തന്നെ പ്രാവർത്തികമാക്കണമെന്ന നിലപാടിലാണ് പരിസ്ഥിതി പ്രവർത്തകർ. 2018 മഹാപ്രളയത്തിന് ശേഷം ജില്ലയിലെ പമ്പ, അച്ചൻകോവിൽ, മണിമല നദികളിൽ നിന്ന് ശരാശരി 2 മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ടെന്നാണ് സാൻഡ് ഓഡിറ്റിംഗ് കണ്ടെത്തിയത്. ഇതിനായി പത്തനംതിട്ടയിൽ 20 കടവുകൾ നിശ്ചയിച്ച് 27 ലക്ഷം ടൺ മണ്ണും മണലും നീക്കാനായിരുന്നു പദ്ധതി. എന്നാൽ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും പരിസ്ഥിതി അനുമതി ലഭിക്കാതിരുന്നതും തിരിച്ചടിയായി. പ്രളയത്തിന് പിന്നാലെ വടശ്ശേരിക്കര, അരീക്കക്കാവ് അടക്കമുള്ള തീരങ്ങളിൽ വൻതോതിൽ മണൽ വാരിയിട്ടെങ്കിലും ലേലം ചെയ്യാൻ കഴിഞ്ഞില്ല. ഡാമുകൾ തുറന്നപ്പോൾ ഒലിച്ചെത്തിയ അടിത്തട്ടിലെ ചെളി മണലിൽ വ്യാപകമായി കലർന്നതാണ് നിർമ്മാണ ആവശ്യങ്ങൾക്ക് ഇവ ഉപയോഗിക്കാൻ തടസ്സമായത്. അനിയന്ത്രിതമായ മണൽവാരലിന് പകരം നദിയുടെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന തിട്ടകളും എക്കലും കൃത്യമായ ഹൈഡ്രോളജിക്കൽ പഠനങ്ങളിലൂടെ ശാസ്ത്രീയമായി നീക്കുകയാണ് വേണ്ടതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ജില്ലയിലെ പുഴകളിൽ അടിയന്തരമായി ശാസ്ത്രീയ മണ്ണെടുപ്പ് നടത്താനുള്ള പൈലറ്റ് പ്രോജക്റ്റ് നടപ്പാക്കാനൊരുങ്ങുമ്പോൾ പ്രകൃതിക്ക് ആഘാതമേൽപ്പിക്കാതെ വെള്ളപ്പൊക്ക ഭീഷണിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശം. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ശരിയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. എങ്ങനെയാകും ഇന്ന് വിപണിയിലെ നീക്കങ്ങൾ? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കും വേണം. ഇന്നലെ വിപണി നഷ്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിൽ കാര്യമായ നഷ്ടമുണ്ടായില്ല. വരും ദിവസങ്ങളിലും രണ്ടാം നിര ചെറുകിട ഓഹരികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കം തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതേസമയം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ നിക്ഷേപം തുടരുന്നത് ഒരു പരിധിവരെ വിപണിക്ക് ആശ്വാസമാണ്. ഇന്നലെയും നേരിയ തോതിലെങ്കിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. സാങ്കേതികമായി 24,500 എന്ന നിലവാരമായിരുന്നു ഏറ്റവും പ്രധാനം. ആ നിലവാരത്തിന് താഴേക്ക് ഇന്നലെ വ്യാപാരം എത്തുന്ന സാഹചര്യമുണ്ടായി. വരും ദിവസങ്ങളിലും ആ ഒരു നിലവാരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും പ്രധാനം. 24,500 മറികടന്ന് വ്യാപാരം നടക്കുകയും 24,800 എന്ന നിലവാരത്തിലേക്ക് എത്താനൊരു സാധ്യതയുമുണ്ടെങ്കിൽ ആ ഒരു നിലവാരത്തിന് മുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ഉണ്ടാവും. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. 24,350 എന്ന നിലവാരമായിരിക്കും ഇനി അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. ആഗോള സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളുമായി തന്നെയായിരിക്കും വരും ദിവസങ്ങളിലും വിപണിയെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും പ്രേരകമായ ഘടകമായി പ്രവർത്തിക്കുക. കെ ദിലീപാണ് വിശദവിവരങ്ങളുമായി ചേർന്നത്. വിപണി വിലയിരുത്തലിന്റെ ഇനി കായിക വാർത്തകൾ. യുവേഫ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. PSG ആസ്റ്റൺ വില്ല പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 12:30 ഓസ്ട്രിയയിലാണ്. ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പ്രധാന മത്സരമാണിത്. ക്ലബ് ഫുട്ബോളിന്റെ തുടക്കം അറിയിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കുക. PSG ആണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോകകപ്പിൽ നിന്ന് പുറത്താക്കപ്പെട്ട സൊമാലിയൻ റഫറിയാണ് മത്സരം നിയന്ത്രിക്കുന്നത്. റിപ്പോർട്ടർ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.